വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ചാനലിൽ ഒരു സക്സസ് സ്റ്റോറി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ആ കുട്ടി ചെയ്ത കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷങ്ങൾക്ക് ശേഷമാണ് അവർ കൺസീവ് ആയതെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ആ സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിരുന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. കാരണം ഒരുപാട് മിസ്കാരേജ് ഉണ്ടായെന്ന് പറഞ്ഞു കേട്ടോ. ആൻഡ് ആ ഒരു വീഡിയോ ഫോളോ ചെയ്തിട്ട് ഒരുപാട് പേര് ഒക്ടോബർ മാസത്തിൽ സക്സസ് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം എ മുതൽ ഇസഡ് വരെ എല്ലാ കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അമ്മയാകാൻ എന്തൊക്കെയാണ് പ്രിപ്പറേഷൻസ് എടുക്കേണ്ടത്, എഗ്ഗ് വളരാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എഗ്ഗ് വളരുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യണം, എഗ്ഗ് വളർന്ന് പൊട്ടിക്കഴിയുമ്പോൾ എന്തൊക്കെ ചെയ്യണം, ആഫ്റ്റർ ഓവുലേഷൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഫോളോ ചെയ്തിട്ട് ഒക്ടോബർ മാസത്തിൽ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇന്നിപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയം നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ള സമയമാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ആ ടിപ്സ് ഫോളോ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഏറ്റവും ആദ്യം ഫോളോ ചെയ്തതായിട്ട് പറഞ്ഞത് എല്ലാ ദിവസവും 15 മിനിറ്റ് സൺലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. അതായത് വിറ്റമിൻ ഡി ശരീരത്തിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ഈ സൂര്യപ്രകാശം എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് മഴ സമയമാണ് കേരളത്തിൽ. അങ്ങനെ അല്ലാത്ത ആളുകൾക്ക് വെയിൽ വരുന്ന സമയത്ത് വിറ്റമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം ഒരു 50 മിനിറ്റ്സ് എങ്കിലും വെയിലത്ത് നിൽക്കുന്നത് നല്ലതാണ് കേട്ടോ. നമുക്ക് കൊള്ളാൻ പറ്റുന്ന അത്രയും ഒരു ഡെപ്തിലുള്ള വെയിൽ നമ്മൾ കൊണ്ടാൽ മതി. ഡയറക്റ്റ് ആയിട്ട് വിറ്റമിൻ ഡി ശരീരത്തിൽ എത്താൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോൺസിന്റെ പ്രവർത്തനമൊക്കെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് വിറ്റമിൻ ഡി എന്ന് പറയുന്നത്. PCOD ഉള്ളവർക്കും അതുപോലെ പ്രിമെൻസ്ട്രൽ സിംറ്റംസ് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്നവർക്കും സെക്സ് ഡ്രൈവിലൊക്കെ വ്യത്യാസം വരുന്നവർക്കും ഒക്കെ ഡെയിലി ഒന്ന് വെയിൽ കൊള്ളുകയാണെങ്കിൽ വിറ്റമിൻ ഡി ഡയറക്റ്റ് ആയിട്ട് ബോഡിയിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. കണ്ടിന്യൂസ് ആയിട്ട് കൈകാൽ വേദന, നടുവേദനയൊക്കെ ഉണ്ടാകുന്നവരാണ് നിങ്ങളെങ്കിൽ വിറ്റമിൻ ഡി കുറച്ച് നേരമൊക്കെ ഒന്ന് ബോഡിയിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു വേദന നമുക്കൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കട്ടോ. കാരണം ഡയറക്റ്റ് അബ്സോർപ്ഷൻ മൂലം ഇപ്പൊ നമ്മൾ പലരും തന്നെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ സൺസ്ക്രീൻ ഒക്കെ തേച്ചിട്ടാണ് ഇറങ്ങുന്നത്. അതുപോലെ നമ്മൾ ഫുൾ ആയിട്ട് കൈയുള്ള ഡ്രസ്സൊക്കെ ധരിക്കാറുണ്ട്. അങ്ങനെ നമുക്ക് വെയിൽ ഏൽക്കേണ്ട സിറ്റുവേഷൻ ഒന്നും പലർക്കും ഉണ്ടാകുന്നില്ല. അങ്ങനെ വരുമ്പോഴേക്കും ഇന്ന് പല സ്ത്രീകളിലും വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ട്. അപ്പോൾ ഒരുപാട് നാളുകളായിട്ട് പ്രഗ്നൻസി നോക്കിയിട്ടാകാത്തവരെ ഇക്കാര്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. രണ്ടാമതായിട്ട് അവര് എല്ലാ ദിവസവും ചിക്ക് പീസ്, അതായത് നമ്മുടെ വെള്ളക്കടലയിലെ അതും ഗ്രീൻ ഗ്രാമും നമ്മുടെ ചെറുപയറും കഴിച്ചു എന്നാണ് പറഞ്ഞത്. ഇത് കുറഞ്ഞ അളവിൽ വേവിച്ചിട്ട് നമുക്ക് വിശപ്പ് മാറുന്ന ഒരു ക്വാണ്ടിറ്റി ഉണ്ടാവുമല്ലോ, ചെറിയൊരു ക്വാണ്ടിറ്റി, അതിൽ നിങ്ങൾ വേവിച്ചിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഏറ്റവും ആദ്യം നമുക്ക് വെള്ളക്കടലയുടെ ബെനഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ പ്രത്യുൽപാദന അവയവത്തിനെ നന്നായി സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും വെള്ളക്കടലയിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. എൻഡോമെട്രിയൽ ലൈനിങ് നന്നായിട്ട് വളരുന്നതിനും രക്തയോട്ടം നന്നായിട്ട് വർദ്ധിക്കുന്നതിനും ഒപ്പം നമ്മുടെ എഗ്ഗ് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരുന്നതിനും റപ്ചർ ആവുന്നതിനും വേണ്ടിയിട്ടുള്ള എല്ലാം തന്നെ വെള്ളക്കടലയിൽ അടങ്ങിയിട്ടുണ്ട്. പുരുഷന്മാർക്കും ബെനഫിറ്റ് തരുന്നത് കൊണ്ട് ഇത് രണ്ടുപേർക്കും ഒരുപോലെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ചെറുപയറിൽ എന്തൊക്കെ ഗുണങ്ങളാണ് അടങ്ങിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ചെറുപയറിൽ അടങ്ങിയിട്ടുള്ള വിറ്റമിൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. പ്രോട്ടീൻ ഉണ്ട്, ഫൈബർ ഉണ്ട്, വിറ്റമിൻ എ ഉണ്ട്, വിറ്റമിൻ ബി, വിറ്റമിൻ ഇ, വിറ്റമിൻ സി, പൊട്ടാഷ്യം, അയൺ, കാൽസ്യം. ഇതെല്ലാം തന്നെ നിങ്ങളിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നവയാണ്. ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ക്വാളിറ്റി ഉള്ള അണ്ടം പ്രൊഡ്യൂസ് ആക്കാൻ വേണ്ടിയിട്ട് ഈ വിറ്റമിൻസ് സഹായിക്കുന്നു. അത് മാത്രമല്ല നിങ്ങളുടെ എൻഡോമെട്രിയൽ ലൈനിങ് കൃത്യമായിട്ട് തിക്കൻ ആകുന്നതിനും ഇത് സഹായിക്കുന്നു. അത് മാത്രമല്ല ചെറുപയർ കഴിക്കുന്നതോടൊപ്പം നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ബാക്കിയുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ടോക്സിൻസ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യുന്നു. നമ്മുടെ ബ്ലഡ് പ്യൂരിഫിക്കേഷന് ഇത് സഹായിക്കുന്നു. ശുദ്ധമായിട്ടുള്ള രക്തം നമ്മുടെ ശരീരത്തിലെ ബാക്കിയുള്ള എല്ലാ ടോക്സിൻസും റിമൂവ് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ആ ബ്ലഡിനെ നല്ല രീതിയിൽ പമ്പ് ചെയ്ത് പോകുന്നതിനും ശരീരത്തിലെ ഓരോ ഭാഗത്തോട്ടുമുള്ള രക്തയോട്ടം ഇൻക്രീസ് ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. സ്ത്രീകളിൽ എഗ്ഗിന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ പുരുഷന്മാരിൽ അവരുടെ ബീജത്തിന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് ഈ ഗ്രീൻ ഗ്രാം ഉപയോഗിക്കുന്നത്. രണ്ടാമതായി ഉപയോഗിച്ചത് സ്പിയർമിന്റിന്റെ ടീ ആണ് കേട്ടോ. അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതിൽ ആന്റി ഓക്സിഡന്റ്സ് ഒരുപാടുണ്ട്. നമ്മുടെ ശരീരത്തിനെ ഫ്രീ റാഡിക്കൽസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ് ഈ ആന്റി ഓക്സിഡന്റ്സ് എന്ന് പറയുന്നത്. ഈ ഫ്രീ റാഡിക്കൽസ് മൂലം ഉണ്ടാകുന്ന ഡാമേജ് മൂലമാണ് നമ്മുടെ എഗ്ഗിന് ക്വാളിറ്റി കുറഞ്ഞു പോകുന്നതും ഫെർട്ടിലൈസേഷൻ നടക്കാത്ത അല്ലെങ്കിൽ എഗ്ഗ് റപ്ചറായി പുറത്തു വരാത്ത സിറ്റുവേഷൻസ് ഒക്കെ പല കേസിലും ഉണ്ടാകുന്നത്. ഈ ഫ്രീ റാഡിക്കൽസിൽ നിന്ന് നമ്മുടെ എഗ്ഗിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ മറ്റുള്ള ശരീര ഓർഗൻസിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആന്റി ഓക്സിഡന്റ്സ് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്ന് നമ്മുടെ ശരീരത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ആന്റി ഓക്സിഡന്റ്സ് സഹായിക്കുന്നു. ഡയറക്ട്ലി നമ്മുടെ ഫെർട്ടിലിറ്റി അഫക്ട് ചെയ്യുന്ന ഒന്നാണ് ഈ ഫ്രീ റാഡിക്കൽസും അതുപോലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും. അതൊക്കെ ഒന്ന് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫാസ്റ്റ് ആയിട്ട് കൺസീവ് ആകുന്നതിന് വേണ്ടിയിട്ടുള്ള സിറ്റുവേഷനും ഇത് ഒരുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റ്സ് ഏറ്റവും കൂടുതൽ ക്വാളിറ്റിയുള്ള അണ്ടം പ്രൊഡ്യൂസ് ആയി റപ്ചറായി വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷനും ഒരുക്കുന്നു. സ്പിയർമിന്റ് ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഓവുലേഷൻ നടക്കാനായിട്ട് സഹായിക്കുന്ന FSH, LH, ഈസ്ട്രോ
ഈസ്ട്രാഡിയോൾ എന്നിങ്ങനെ ഹോർമോൺസിന്റെ ഒക്കെ പ്രവർത്തനം നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇത് വെറുതെ പറയുന്നതല്ല, പഠനം നടത്തി തെളിയിച്ചതാണ് കേട്ടോ. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 21 സ്ത്രീകളിൽ 5 ദിവസം 2 നേരം ഈ ഒരു ടീ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതായത് സ്പിയർമിന്റിന്റെ ടീ. അത് ഉപയോഗിച്ചിട്ട് സ്റ്റഡി നടത്തിയതിൽ ടെസ്റ്റോസ്റ്റിറോണിന്റെ ലെവൽ കുറച്ചിട്ട് LHന്റെയും FSHന്റെയും ഈസ്ട്രാഡിയോളിന്റെയും ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു എന്ന് പഠനങ്ങൾ നടത്തി തെളിയിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തൊരു സ്റ്റഡി നടത്തിയതിനകത്ത് 30 ദിവസം 42 സ്ത്രീകളിൽ, അത് PCOS ഉള്ള സ്ത്രീകളിൽ ഇത് കൊടുത്തപ്പോഴേക്കും അവരുടെ FSHന്റെയും LHന്റെയും ലെവൽ കൂടിയെന്നും മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. FSHും LHും ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും ലൂട്ടനൈസിംഗ് ഹോർമോണും കൃത്യമായിട്ട് വർക്ക് ചെയ്ത് മാത്രമേ എഗ് ഗ്രോ ആവുകയും അത് റപ്ചർ ആവുകയും ഉള്ളൂ. അപ്പോൾ ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കാത്ത ആളുകളും PCOD ഉള്ള ആളുകൾക്കും മസ്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ സ്പിയർമിന്റ് എന്ന് പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അടുത്തൊരു ഒരു ബെനിഫിറ്റ് കിട്ടുന്നത് ഡൈജഷൻ നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. അടുത്ത ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മുടെ ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് ഇത് കുറയ്ക്കുന്നു കേട്ടോ. അടുത്തത് നമ്മുടെ മെമ്മറി പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഷുഗറിന്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് ബ്ലഡ് പ്രഷർ റിഡ്യൂസ് ചെയ്യുന്നതിനും ആർത്രൈറ്റിസിന്റെ പ്രോബ്ലംസ് ഉള്ളവർക്ക് അത് ക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ബാക്കി ഏറ്റവും കൂടുതൽ നമുക്കൊരു ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മുടെ സ്ട്രെസ് റിലീഫ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് ഉറക്കക്കുറവ് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സ്പിയർമിന്റ് ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും സ്ത്രീകൾക്ക് എത്രത്തോളം ബെനിഫിറ്റ് ആണ് ഈ സ്പിയർമിന്റ് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നത് എന്നതിനെ പറ്റിയിട്ട്. നമ്മൾ ഇനി സ്പിയർമിന്റ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. സ്പിയർമിന്റിന്റെ ഒരു ടീ ബാഗോ അല്ലെങ്കിൽ സ്പിയർമിന്റിന്റെ ലീവ്സോ നമുക്ക് ഓൺലൈനിൽ മേടിക്കാനായിട്ട് കിട്ടും. സ്പിയർമിന്റിന്റെ ലീഫിന്റെയും അതുപോലെ ടീ ബാഗിന്റെയും ലിങ്ക് ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അത് നിങ്ങൾ മേടിക്കുക. അതിനുശേഷം നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് തിളപ്പിക്കുക. നമ്മൾ ഗ്രീൻ ടീ പ്രിപ്പയർ ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമ്മൾ ചൂടാക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സ്പിയർമിന്റിന്റെ ലീവ്സ് അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഓഫ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. അതിലോട്ട് ഇട്ടിട്ട് നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ ടീ ബാഗ് ആണെങ്കിലും ലീഫ് ആണെങ്കിലും ഇട്ട് കൊടുത്തിട്ട് ആ ഫ്ലെയിം അങ്ങോട്ട് നന്നായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക കേട്ടോ. അതിനുശേഷം ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴേക്കും അതിന്റെ ആ ഒരു ഫ്രേഗ്രൻസും അതുപോലെ അതിന്റെ എസൻസും ഒക്കെ അതിലോട്ട് ആ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ടാകും. നിങ്ങൾ ടീ ബാഗ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആ ടീ ബാഗ് എടുത്ത് റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. ഇനി ലീവ്സ് ആയിട്ട് ഉണക്കിയ ലീവ്സ് നിങ്ങൾക്ക് കിട്ടുമല്ലോ, അതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങളൊന്ന് ഫിൽട്ടർ ചെയ്തിട്ട് അതൊന്ന് അരിച്ചു മാറ്റിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. ചൂടോടുകൂടി തന്നെ സ്പിയർമിന്റ് വാട്ടർ നിങ്ങൾ കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ചൂടാറിയതിനു ശേഷം വലിച്ചു കുടിച്ചാൽ മതി. ചിലർ ഇതിൽ ഹണിയൊക്കെ ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാറുണ്ട് അതിന്റെ ടേസ്റ്റ് ഇഷ്ടാത്ത സിറ്റുവേഷനിൽ. ഇപ്പൊ ഹണി ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എക്സ്ട്രാ ഷുഗർ ഒന്നും നിങ്ങൾ ആഡ് ചെയ്യേണ്ട. നല്ലതുപോലെ ചൂടാറിയിട്ട് ഗ്രീൻ ടീ നമ്മൾ വലിച്ചു കുടിക്കില്ല, അതുപോലെ അങ്ങോട്ട് വലിച്ച് കണ്ണടച്ചങ്ങ് കുടിച്ചാൽ മതി കേട്ടോ. ഒരു ദിവസം 2 ഗ്ലാസ് മാക്സിമം, അതിൽ കൂടുതൽ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. ഒരു ദിവസം 1 ഗ്ലാസ് ആണെങ്കിലും നിങ്ങൾ എടുക്കുന്നത് കൊണ്ടൊന്നും പ്രശ്നമില്ല കേട്ടോ. ഏറ്റവും കൂടുതൽ നിങ്ങളത് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈം എന്ന് പറയുന്നത് പീരീഡ്സിന്റെ വെരി ഫസ്റ്റ് ഡേ മുതൽ തന്നെ നിങ്ങളത് യൂസ് ചെയ്യണം. കാരണം FSHും LHും ഏറ്റവും കൂടുതൽ ഇൻക്രീസ് ആകുന്നതും എഗ്ഗിന് വേണ്ടിയിട്ട് അത് സപ്പോർട്ട് കൊടുക്കുന്നതും പീരീഡ്സിന്റെ ആ ഒരു ഡേ മുതൽ തന്നെയാണ്. അതുകൊണ്ട് അതിനുശേഷം നിങ്ങളത് യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് പീരീഡ്സിന്റെ ഫസ്റ്റ് ഡേ മുതൽക്ക് തന്നെ സ്പിയർമിന്റ് വാട്ടർ നിങ്ങൾ കുടിക്കുന്നതാണ് കേട്ടോ നല്ലത്. അടുത്തതായി ഉപയോഗിച്ചത് ചിയാ സീഡ് ആണ് കേട്ടോ. ഒരുപാട് ന്യൂട്രിയൻസ് ചിയാ സീഡ്സിൽ അടങ്ങിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവയാണ് ഫൈബർ, ഒമേഗ 3, അയൺ, പൊട്ടാഷ്യം, വിറ്റമിൻ സി, മാഗ്നീഷ്യം, ആന്റി ഓക്സിഡൻസ്, മറ്റുള്ള ആന്റി ഓക്സിഡൻസ്, അതുപോലെ കാൽഷ്യം, സിങ്ക് എന്നിവ. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഒമേഗ 3 അറിയുമ്പോൾ മനസ്സിലാകും. നമ്മൾ സാധാരണയായിട്ട് ഒമേഗ 3യുടെ ഡെഫിഷ്യൻസി ശരീരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി ആകുന്നുണ്ടെങ്കിൽ തന്നെ അത് സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് പോകാനായിട്ടുള്ള ചാൻസസ് കുറവാണ്. അതുപോലെ തന്നെ നമ്മുടെ സിങ്കും അതുപോലെ കാൽസ്യവും എന്താണെങ്കിലും നിങ്ങൾ പ്രഗ്നന്റ് ആകുന്നുണ്ടെങ്കിൽ അത് കുഞ്ഞിന്റെ വൈറ്റൽ പാർട്ടിന്റെ ഡെവലപ്മെന്റിന് ഒരുപാട് ഇമ്പോർട്ടൻസ് വഹിക്കുന്നവയാണ്. പ്രഗ്നൻസിയുടെ സ്റ്റേജിനെ മാറ്റി നിർത്തി കഴിഞ്ഞാലും പ്രഗ്നന്റ് ആകാൻ ശ്രമിക്കുന്നവർക്കും എഗ്ഗിന്റെ ഫോർമേഷൻ കൃത്യമായിട്ട് നടക്കുന്നതിനും പുരുഷന്മാരിലാണെങ്കിലും സെമന്റെ ഫോർമേഷൻ കൃത്യമായിട്ട് നടക്കുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചിയാ സീഡ്സ് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് എടുക്കുന്നത് എല്ലാ ആക്ടിവിറ്റീസും കൃത്യമായിട്ട് നടന്ന് എൻഡോമെട്രിയൽ ലൈനിങ് കൃത്യമായിട്ട് വരുന്നതിനും അതുപോലെ എഗ്ഗിന്റെ ക്വാളിറ്റിയും അതുപോലെ ഫോളിക്കിൾസ് കൃത്യമായിട്ട് വളരുന്നതിനും ഒക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഉപയോഗിക്കുമ്പോൾ സ്ത്രീകൾക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
സ്ത്രീകൾക്ക് അവരുടെ പ്രൊലാക്റ്റിൻ ലെവലിനെ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അണ്ടത്തിന്റെ വളർച്ച കൃത്യമായിട്ട് എത്തി ഒരു 80 to 22 mm വരെയെങ്കിലും കൃത്യമായിട്ട് എത്തി അത് നാച്ചുറലി റപ്ചർ ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു കേപ്പബിലിറ്റി അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ചിയാ സീഡ്സ് സഹായിക്കുന്നു. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടെങ്കിലും അതിന്റെ കൂടെ നിങ്ങൾക്ക് ചിയാ സീഡ്സ് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ പീരിയഡ്സിന്റെ ഇറഗുലാരിറ്റീസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുന്നതിന് ഒരു 21 to 35 മെൻസ്ട്രൽ സൈക്കിളിൽ കൃത്യമായിട്ട് ഓവുലേഷൻ നിലനിർത്തിക്കൊണ്ട് വരുന്നതിന് ഇത് സഹായിക്കുന്നു. ഓവുലേഷൻ പീരിയഡ്സ് കൃത്യമായിട്ട് നിലനിർത്തിക്കൊണ്ട് വരുന്നതിന് ഇത് സഹായിക്കുന്നു. പീരിയഡ് പോലെ തന്നെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നു. അടുത്തതായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ബ്ലഡ് ഫ്ലോ വർദ്ധിപ്പിക്കുമ്പോഴേക്കും ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും കൃത്യമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇവയുടെ പ്രവർത്തനം കുറയുമ്പോഴാണ് അണ്ടം വളരുന്നതിനും അതുപോലെ എൻഡോമെട്രിയൽ ലൈനിങ് വളരുന്നതിനും സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷൻ കുറയുന്നതിനുമൊക്കെ ഇത് കാരണമാവുന്നത്. അതുകൊണ്ട് അതെല്ലാം നോർമലൈസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ചിയാ സീഡ്സ് ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. അടുത്ത ബെനിഫിറ്റ് ആണ് നമ്മുടെ മൂഡ് സ്വിങ്സും അതുപോലെ നമ്മുടെ സ്ട്രെസ്സും റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. നിങ്ങളുടെ ബ്ലഡ് പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നു. കൃത്യമായിട്ട് രക്തത്തിന്റെ സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിനും രക്തത്തിലുള്ള അണുക്കളെ റിമൂവ് ചെയ്തിട്ട് രക്തത്തിലുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും കണ്ടൻസ് ബ്ലഡിലുണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്ത് ബ്ലഡ് പ്യൂരിഫൈ ആക്കുന്നതിനും ഇത് സഹായിക്കുന്നു. ഇത്രയുമാണ് സ്ത്രീകൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ചിയാ സീഡ്സ് കൊടുക്കുന്നത് മൂലം പുരുഷന് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ടെസ്റ്റോസ്റ്റിറോൺ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ടെസ്റ്റോസ്റ്റിറോൺ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം കൗണ്ടും ഇത് എൻഹാൻസ് ചെയ്യുന്നു. ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒരു 2 ടീസ്പൂൺ പെർ ഡേ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. 2 ടീസ്പൂൺ ഉപയോഗിക്കുമ്പോൾ ഒറ്റയടിക്ക് നിങ്ങൾ 2 ടീസ്പൂൺ ഉപയോഗിക്കേണ്ട. രാവിലെ ഒരു ടീസ്പൂൺ, രാത്രി ഒരു ടീസ്പൂൺ, അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുക. ഒരു തവണ നിങ്ങൾ രാവിലെ ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ, സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഒരുപാട് നിങ്ങൾ ഉപയോഗിക്കേണ്ട, കാരണം ഗുണങ്ങൾ ഒരുപാട് കിട്ടുന്നു എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് പേര് 1 ടീസ്പൂൺ 2 ടീസ്പൂൺ ഒക്കെ ഒറ്റയടിക്ക് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ വെള്ളത്തിലോട്ടോ അല്ലെങ്കിൽ പാലിലോട്ടൊക്കെ ആഡ് ചെയ്യുമ്പോഴേക്കും അത് ഒരുപാട് ഇരട്ടിച്ച് വരും. നമ്മൾ 1 ടീസ്പൂൺ ഇട്ടാലും അത് ഇരട്ടി ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ കൂടുതലായിട്ട് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. 1 ടീസ്പൂൺ രാവിലെ ഇട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, നിങ്ങളുടെ ശരീരം ഇതുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈകുന്നേരവും അത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓരോ ദിവസവും നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പീരിയഡ്സിന്റെ സമയത്ത്, നിങ്ങളുടെ ഓവുലേഷന്റെ സമയത്ത്, നിങ്ങളുടെ ഇംപ്ലാന്റേഷന്റെ സമയത്ത് ഒക്കെ നിങ്ങൾക്കിത് ചിയാ സീഡ്സ് യൂസ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് വേറൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ കേട്ടോ. ഇത് എങ്ങനെയൊക്കെ ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ കലർത്തിയിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് വെള്ളത്തിൽ ചേർത്തിട്ട് ഇത് കുടിക്കാവുന്നതാണ്. അതുപോലെ സ്മൂത്തീസിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഷേക്സിൽ ഇത് ഒപ്പോട്ട് അടിക്കേണ്ട, അല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നിങ്ങൾ ഉണ്ടാക്കുന്ന സർബത്തിൽ അങ്ങനെയൊക്കെ ചിയാ സീഡ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ വെള്ളത്തിൽ നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുടിക്കുക കേട്ടോ. വെറും വയറ്റിൽ തന്നെ കുടിക്കണമെന്നില്ല. നിങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു വിശപ്പ് നിങ്ങൾക്ക് വീഴുന്ന സമയം ഉണ്ടാവുമല്ലോ, ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഇടയ്ക്കുള്ള സമയത്ത് നിങ്ങൾക്കിത് ഉപയോഗിക്കാം. അടുത്തതായി ഉപയോഗിച്ചത് മൾട്ടിവിറ്റമിന്റെ മെഡിസിൻ ആണ്. മൾട്ടിവിറ്റമിന്റെ മെഡിസിൻ നമ്മൾ എടുക്കുമ്പോഴേക്കും അതിൽ ഒരുപാട് കണ്ടന്റ് ഉണ്ടാവും. സിങ്കിന്റെ കണ്ടന്റ് ഉണ്ടാവും, അയോൺ ഉണ്ടാവും, കാൽസ്യം ഉണ്ടാവും, മറ്റുള്ള ഒരുപാട് വൈറ്റൽ ന്യൂട്രിയൻസ് അതിന് അടങ്ങിയിട്ടുണ്ടാകും. ഇതെല്ലാം നിങ്ങളുടെ ക്വാളിറ്റിയുള്ള ഒരു അണ്ടം നമ്മളുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ആകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ്. ഓൾറെഡി ഒരു ഓവുലേഷൻ നടക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇത്തരത്തിലുള്ള കണ്ടന്റ്സ് നിങ്ങൾ കൂടുതലായിട്ട് എടുക്കുമ്പോഴേക്കും ക്വാളിറ്റിയോടുകൂടി ഒരുപാട് അണ്ടം പ്രൊഡ്യൂസ് ആകാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. അത് അറ്റ് എ ടൈം നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ അണ്ടം റിലീസ് ആകാനായിട്ടുള്ള ഒരു ചാൻസസും ഇൻക്രീസ് ചെയ്യും. ഒന്നിൽ കൂടുതൽ അണ്ടം ആ ഒരു മാസത്തിൽ ചിലപ്പോൾ ആ ഒരു ദിവസമായിരിക്കില്ല നിങ്ങൾക്ക് റിലീസ് ആവുന്നത്. ഓവുലേഷൻ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ അടുത്ത അണ്ടവും റിലീസ് ആകാനായിട്ടുള്ള ചാൻസസും വളരെയധികം കൂടുതലാണ് കേട്ടോ. അപ്പോൾ പ്രഗ്നൻസി നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫോളിക് ആസിഡിന്റെ സപ്ലിമെന്റും മൾട്ടിവിറ്റമിൻ സപ്ലിമെന്റും നിങ്ങൾ പ്രോപ്പർ ആയിട്ട് എടുക്കുക കേട്ടോ. ഇത് ഡയറക്റ്റ് മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ടല്ല നിങ്ങൾ എടുക്കേണ്ടത്. ഒരു ഫിസിഷ്യനെ കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് ഓൾറെഡി ഒരു പ്രിസ്ക്രിപ്ഷൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലോ നിങ്ങൾക്കിത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഡയറക്റ്റ് മേടിച്ച് കഴിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ഹെൽത്ത് സെന്റർ, മറ്റുള്ള നമ്മുടെ അടുത്തുണ്ടാവുന്ന നേഴ്സുമാരുണ്ടാവല്ലോ, അവരെയൊക്കെ സമീപിച്ചതിന് ശേഷം, ആശാ വർക്കർ ഉണ്ടാകും, അവരെയൊക്കെ സമീപിച്ചതിന് ശേഷം ഈ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നുണ്ട്, അതിനുള്ള പ്രിനേറ്റൽ വിറ്റമിൻസ് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെഡിസിൻസ് കിട്ടും കേട്ടോ. ഡയറക്റ്റ് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ച് കഴിക്കാതിരിക്കുന്നതാണ്. അടുത്തതായി ഉപയോഗിച്ചത് കറിവേപ്പില വെള്ളമാണ്. അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ദി ചൂസ് വേൾഡ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തതിന് ശേഷം കറി ലീവ്സ് എന്നും പറഞ്ഞ് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോ കാണാനായി സാധിക്കും. അടുത്തതായിട്ട് ചെയ്തത് ഡെയിലി 50 മിനിറ്റ്സ് എക്സസൈസ് ചെയ്തതാണ് കേട്ടോ പറഞ്ഞത്. ഇത് ഓവുലേഷന് മുൻപുള്ള സമയത്താണ് 50 മിനിറ്റ്സ് എക്സസൈസ്. അത് ടൈം ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല എപ്പോഴൊക്കെയാണ് എക്സസൈസ് ചെയ്തതെന്ന് കേട്ടോ. ഈ 50 മിനിറ്റ്സ് നമ്മൾ ഫെർട്ടിലിറ്റി എക്സസൈസുകൾ ചെയ്യുന്നത് നമ്മുടെ പ്രത്യുൽപാദന അവയവങ്ങളിലോട്ട് രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഒരുപാട് ഫെർട്ടിലിറ്റി എക്സസൈസുകൾ ചെയ്യാവുന്നതാണ്. ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ്, ബട്ടർഫ്ലൈ എക്സസൈസ്, ബ്രിഡ്ജ് പോസ്,
കോബ്ര പോസ്, മാലാസന എക്സസൈസ്, 8 വാക്കിംഗ്, മാലാസന വാക്കിംഗ്, അങ്ങനെ ഒരുപാട് എക്സസൈസുകൾ നമുക്കുണ്ട്. ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള എക്സസൈസ് ചെയ്യാനായിട്ട് നോക്കാട്ടോ. ഇതൊക്കെ നമുക്ക് ഒരുപാട് ബോഡിക്ക് വേദനയൊന്നും തരുന്ന എക്സസൈസ് അല്ല. സാധാരണ നമ്മൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടൊക്കെ എക്സസൈസ് ചെയ്യുന്നവർക്കൊക്കെ അറിയാം, നമ്മൾ 1-2 ദിവസമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര മേലുവേദന അസ്വസ്ഥതയൊക്കെ. ഇത് അങ്ങനെയൊന്നും നമുക്ക് കൊണ്ടുവന്ന് തരുന്ന എക്സസൈസ് അല്ല, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഡെയിലി 15 മിനിറ്റ്സ് ചെയ്തതായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് കൂടുതലായിട്ടും നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് വർദ്ധിപ്പിക്കും കേട്ടോ. ഓവുലേഷന് മുൻപ് ഇതുപോലുള്ള എക്സസൈസ് ചെയ്യുന്നത് ഒപ്പം എൻഡോമെട്രിയൽ ലൈനിങ് നന്നായിട്ട് തിക്കണായിട്ട് വളരുന്നതിനും സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷൻ നന്നായിട്ട് ഉണ്ടാകുന്നതിനും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ചെയ്തതായിട്ട് പറഞ്ഞത് ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഏർലി മോർണിംഗ് എഴുന്നേറ്റ ഉടനെ തന്നെ എക്സസൈസ് ചെയ്തു. അത് ബ്രീത്തിങ് എക്സസൈസ് ചെയ്തതായിട്ടാണ് പറഞ്ഞത്. രാവിലെ എഴുന്നേൽക്കുന്നവർക്ക് അറിയാൻ പറ്റും, ഭയങ്കര ക്വയറ്റ് ആയിട്ടുള്ള ഒരു നല്ല നമ്മളെ ഒരുപാട് പോസിറ്റിവിറ്റി തരുന്ന ഒരു എൻവയോൺമെന്റ് ആണ് ഏറ്റവും വെളുപ്പിനടുത്ത സമയത്തുള്ള നമ്മുടെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് ഫ്രഷ് ആയിട്ടുള്ള എയർ ബ്രീത്ത് ചെയ്തെടുക്കുന്നതിനും നമ്മുടെ ആ ഒരു മൈൻഡ് ഭയങ്കര പോസിറ്റീവ് ആയിട്ട് കൊണ്ടുവരുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. ഈ സമയത്ത് മാക്സിമം പോസിറ്റീവ് ആകാനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഇത് കേട്ടതിന് ശേഷം നാളെ എഴുന്നേറ്റ് അത് ചെയ്യാം അങ്ങനെയല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം തന്നെ ബോഡിയെ പ്രിപ്പയർ ചെയ്യണം. ഏർലി മോർണിംഗ് ഒരാൾ എഴുന്നേൽക്കണമെങ്കിൽ അയാൾ 8 മണിക്കൂറെങ്കിലും കൃത്യമായിട്ട് ഉറങ്ങും. അതിനനുസരിച്ചിട്ട് നിങ്ങൾ ആ ഒരു സൈക്കിൾ റെഗുലേറ്റ് ആക്കി കൊണ്ടുവരിക. ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ആ രീതിക്ക് നിങ്ങളുടെ ഒരു സ്ലീപ്പ് സൈക്കിൾ നിങ്ങൾ റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോവാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര പോസിറ്റിവിറ്റി ഉണ്ടാകും. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് നല്ലൊരു ഉന്മേഷം ഉണ്ടാകും. അതുപോലെ നമുക്ക് ഒരുപാട് സ്ട്രെസ് ഒന്നും നമ്മളെ പിടികൂടൂല. അതാണ് ചെയ്തതായിട്ട് പറഞ്ഞു കേട്ടോ. ഏറ്റവും ആദ്യം ചെയ്ത എക്സസൈസുകൾ ഓവുലേഷൻ ഡേറ്റ് വരെ ചെയ്തതായിട്ടാണ് പറഞ്ഞിട്ടുള്ളൂ. ദെൻ അടുത്തത് ചെയ്തത് പറഞ്ഞത് ഏർലി മോർണിംഗ് വേക്കപ്പ് ആൻഡ് എക്സസൈസ്, ബ്രീത്തിങ് എക്സസൈസ്, അതുമാണ് കേട്ടോ അടുത്തതായിട്ട് പറഞ്ഞത്. മാക്സിമം പോസിറ്റീവ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിച്ചു എന്നാണ്. ഓവുലേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ മാക്സിമം പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത്. ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒട്ടുമിക്ക സ്ത്രീകൾക്കും ചിലപ്പോൾ പ്രഗ്നൻസി സിംറ്റംസ് ഉണ്ടാവില്ല. ചിലർക്കൊക്കെ ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള പ്രഗ്നൻസി സിംറ്റംസ് ആയിരിക്കും ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഉണ്ടാവുന്നത്. നിങ്ങളപ്പോൾ അതൊക്കെ ആലോചിച്ച് ദൈവം എനിക്കിത് വന്നില്ലല്ലോ, ബാക്കിയുള്ളവർക്കൊക്കെ വരുമല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് പേര് പോസിറ്റീവ് കിട്ടിയതായിട്ട് പറയുന്നുണ്ട്, ദൈവം എല്ലാവർക്കും കിട്ടിയല്ലോ എനിക്ക് മാത്രം കിട്ടിയില്ലല്ലോ എന്നൊന്നും ആലോചിച്ചിട്ട് നിങ്ങൾ വിഷമിക്കാനേ പാടില്ല. ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിലും നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നത് നിങ്ങളെ തന്നെ പറഞ്ഞു പഠിപ്പിക്കുക. അടുത്തതായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഫെർട്ടൈൽ ടൈം സ്കിപ്പ് ചെയ്യാതെ നോക്കിയെന്നാണ്. ഒരുപാട് ആളുകൾ ചെയ്ത് വെക്കുന്ന ഒരു ബ്ലണ്ടർ ഉണ്ട്. എക്സിജി ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം കോണ്ടാക്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നവരുണ്ട്. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാനായിട്ടേ പാടില്ല. നമ്മുടെ പീരീഡ്സ് എപ്പോഴാണോ തീരുന്നത് ആ സമയം മുതൽക്ക് നമുക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു പീരീഡ് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 10 ദിവസം മുൻപ് വരെ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകും. ഈ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ നമ്മുടെ ബോഡിയെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ 2-3 ദിവസം മുമ്പ് നമുക്ക് ഓവുലേഷൻ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഹെൽത്തി ആക്കി കൊണ്ടുപോകുന്നുണ്ടെങ്കിലോ ഔട്ട്സൈഡ് ഫുഡ് ഒന്നും കഴിക്കുന്നില്ല, അപ്പൊ നോർമലി ഓരോ ഹോർമോണൽ ആക്ടിവിറ്റീസും നമുക്ക് ശരീരത്തിൽ നടക്കുമ്പോഴേക്കും നേരത്തെ ഓവുലേഷൻ ഉണ്ടാകും. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് മുമ്പിൽ കണ്ടുകൊണ്ടാണ് പീരീഡ്സ് തീരുന്നത് മുതൽ നമ്മളോട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഡോക്ടേഴ്സ് പറയുന്നത്. മാക്സിമം ഫെർട്ടൈൽ ടൈം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ചില ആളുകളോട് ഡെയിലി കോണ്ടാക്ട് ചെയ്യാനായിട്ടൊക്കെ ഡോക്ടേഴ്സ് പറയുമ്പോൾ അവർക്കൊരു മടുപ്പാണ്. കാര്യം ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരേപോലെ ജോലിക്ക് പോകുന്ന ആളുകൾ എവിടെയെങ്കിലും വന്നൊന്ന് ചുരുണ്ട് കൂടിയാൽ മതി എന്ന് വിചാരിച്ചിട്ട് വരുന്നവരുണ്ട്. അവരോട് എല്ലാ ദിവസവും കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. കാരണം ആർക്കോ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് പോലുള്ളൊരു വിചാരമായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. ഒരിക്കലും അങ്ങനെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾട്ടർനേറ്റീവ് ആയിട്ടെങ്കിലും നിങ്ങൾ ഓവുലേഷൻ ഡേറ്റ് യൂട്ടിലൈസ് ചെയ്യുക. നമ്മുടെ ശരീരത്തിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു പുരുഷന്റെ സ്പേം 5 ഡേയ്സ് വരെയെങ്കിലും മാക്സിമം നിലനിൽക്കും. ഈ 5 ഡേയ്സിനകത്ത് എപ്പോഴെങ്കിലും നമുക്ക് ഓവുലേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കാനായിട്ട് അത് മതി. അത് ആ ഒരു ചാൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് മില്യൺസ് ഓഫ് സ്പേംസിനെ പിന്നെയും ശരീരത്തിനകത്തേക്ക് കടത്തി ആ എഗ് വരുന്ന സമയത്ത് അവിടെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഓവുലേഷൻ ഡേറ്റിന് മുൻപ് തന്നെയായിട്ട് നമ്മളോട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഫെർട്ടൈൽ ടൈം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നോക്കുക. എല്ലാ ദിവസവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു പ്രശ്നമില്ല. ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഒന്നിടവിട്ട ദിവസങ്ങളിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ചില ആളുകൾ ഒരു ദിവസം 1-2 തവണ കോണ്ടാക്ട് ചെയ്യുന്നവരുണ്ട്, അവർ ഇൻട്രസ്റ്റ് കൊണ്ടിട്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് അത് ചെയ്യുന്നത് കൊണ്ടൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. മാക്സിമം നിങ്ങൾ ഫെർട്ടൈൽ ടൈം പീരീഡ് യൂസ് ചെയ്യുക. ഫോളിക്കുലർ സ്റ്റഡി നടത്തിയിട്ട് ഡോക്ടർ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞാൽ മാത്രം കോണ്ടാക്ട് ചെയ്യാനായിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു അൺസർട്ടനിറ്റി സംഭവിച്ചു പോയി കഴിഞ്ഞാൽ
അതായത് ചില ആളുകൾ ഭയങ്കര വിഷമത്തോടെ കമന്റ് ചെയ്യാറുണ്ട്, ചേച്ചി ഞങ്ങൾ ഓവുലേഷന് വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തു, അത്രയും ദിവസം വരെ ഞങ്ങൾ കോൺടാക്ട് ചെയ്തില്ല, പക്ഷെ തിരിച്ചു വന്നപ്പോൾ ഹസ്ബൻഡിന് പനിയായി, കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല ചേച്ചി, എന്റെ ആ ഒരു ഇഞ്ചക്ഷൻ എടുത്തൊക്കെ വേസ്റ്റ് ആയി പോവല്ലേ എന്ന് ചോദിച്ചിട്ട് സങ്കടം പറയുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ ഒരു ഹോർമോൺ ഇഞ്ചക്ഷൻ ശരീരത്തിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ഹോർമോൺസിനെ, നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസിനെ അത് അഫക്ട് ചെയ്യുന്നത്. ഹാംഫുള്ളി മാത്രമല്ല, നമുക്ക് ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ടാകും. ആ സൈഡ് എഫക്ട്സ് നമുക്ക് പോസിറ്റീവ് ആകണമെങ്കിൽ നമ്മൾ ആ സിറ്റുവേഷൻ ഭയങ്കരമായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. അതുകൊണ്ടാണ് മാക്സിമം ഫെർട്ടൈൽ ടൈം പീരീഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് കേട്ടോ. ഇവർ ഇതുപോലെയൊക്കെ കൃത്യമായിട്ട് ആ ഒരു ഫെർട്ടൈൽ ടൈം പീരീഡ് യൂസ് ചെയ്തിട്ട് പ്രഗ്നൻസി പോസിറ്റീവ് ആവുകയും കൂടി ചെയ്തു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരാൻ പറ്റുന്ന മാറ്റങ്ങളാണ് ഇതെല്ലാം തന്നെ. ഇതൊക്കെ കൃത്യമായിട്ട് യൂസ് ചെയ്തിട്ട് പ്രഗ്നന്റ് ആകാനായിട്ട് സാധിച്ചില്ലേ, അതുപോലെ നിങ്ങൾക്കും പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കും എന്നൊരു മോട്ടിവേഷൻ നിങ്ങൾക്ക് തന്നെ കൊടുക്കുക. നമ്മളെ ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് നമുക്ക് മാത്രമേ പറ്റുള്ളൂ. പറയുന്നവർ ചുറ്റും നിന്ന് പറയും, പക്ഷെ ഉയരണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ മാത്രമായിരിക്കും. മാക്സിമം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ആവുക കേട്ടോ. അതുപോലെ ഈ കുട്ടിക്ക് ഹെൽത്തി ആയിട്ടുള്ള പ്രഗ്നൻസി ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.